ഹലോ ഗൈസ്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ BMS അടിച്ചു. BMS എന്ന് പറയുമ്പം ബാറ്ററിയുടെ എന്തൊരു മദർ ബോർഡ് പോലത്തെ സംഭവം, ബ്ലാ ബ്ലാ ബ്ലാ. അത് പോയതുകൊണ്ട് വണ്ടി നമുക്ക് ഓട്ടിക്കാൻ പറ്റൂല. സ്വാഭാവികമായിട്ട് ഇപ്പോൾ വണ്ടി 5-6 ദിവസം കൊണ്ട് വെറുതെ ഇരിക്കുകയാണ്. സർവീസിനെ ടിക്കറ്റ് കയറ്റി ശരിയാക്കാമെന്ന് വിചാരിച്ചാൽ ടിക്കറ്റ് കിട്ടുന്നില്ല, സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല. മോശം സർവീസ്, മോശം. അപ്പോൾ ഈ വെറുതെ ഇരിക്കണ വണ്ടിയിൽ എന്ത് ചെയ്യട്ടെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണം. അങ്ങനെ കുറേ നേരം നമ്മൾ തല പോയിച്ച് ആലോചിക്കാൻ നോക്കും. നടന്നു ഇരുന്നും കിടന്നും വരെ നമ്മൾ ആലോചിച്ചു. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ തുടങ്ങാം നമുക്ക്. വായോ. ഇരിക്കണ ഇരിപ്പ് കണ്ട നമ്മുടെ ചെറുക്കൻ കുറച്ച് ദിവസമായി ഈ മൂല ഇരിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഈ ബൂട്ട് സ്പേസിൻ്റെ അകത്ത് ഒരു അക്വേറിയമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഇതിൽ വെള്ളം നിറയ്ക്കാൻ വെക്കൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്യാരി ബാഗ് ഇതിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. കിട്ടുമെന്ന് തോന്നിയ ഐഡിയ ആയതുകൊണ്ട് നമുക്ക് സാധനങ്ങളെല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം വണ്ടിക്കകത്ത് ഡയറക്റ്റ് വെള്ളം നിറയ്ക്കാൻ വെക്കൂല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാരി ബാഗ് പോലത്തെ ഈ ഒരു ഗ്രീൻ ബാഗ് വെച്ചാണ് വെള്ളം നിറയ്ക്കാൻ നോക്കുന്നത്. എത്ര വർക്കൗട്ടാവും അറിഞ്ഞുകൂടാ, നോക്കി നോക്കാം. നമുക്ക് അക്യൂറത്തിലിടാൻ എന്ത് വേണം? മീൻ വേണം. അപ്പോൾ നമുക്ക് ആദ്യം പോയി കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് വരാം. വായോ. അക്യൂറത്തി ഇടാൻ വേണ്ടി മീനിനെ കിട്ടി. വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അക്യൂറിയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നടക്കേണ്ടി വന്നില്ല. വണ്ടിയില്ലാത്ത പാടുകളെ. പിന്നെ നമുക്ക് പോയിട്ട് ടാങ്ക് സെറ്റ് ചെയ്യണം. അപ്പം പെട്ടെന്ന് വിട്ടം പോണതിന് മുമ്പ് തീർക്കാം. എല്ലാവരും വായോ. നമുക്ക് ആ കവറായാലും ഡയറക്റ്റ് ബൂട്ട് സ്പേസ് ഇറക്കി വെക്കാൻ വെക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇതേപോലെ ബോൾട്ടുകളും ചെറിയ ഇതുകൾ പറഞ്ഞു. തുടങ്ങിയല്ലേ പണി. ഇപ്പോൾ നമ്മളൊരു സേഫ്റ്റിക്ക് ഒരു ലെയർ വെച്ചില്ലേ, ഇനി നമ്മളൊരു ഫുൾ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ ഫുൾ ഇതിനെ മൂടി വെക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് വെള്ളം വീഴ്ത്തി അപ്പോൾ അത് നിറച്ച് നോക്കാം. ലീക്കാവോ അതോ തികയൂലേ അത് നോക്കി നോക്കണം. നമ്മൾ വിചാരിച്ചു വെച്ച പോലെ കവർ നമുക്ക് ഫുള്ളായിട്ട് ഇറക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ ഒരു സൈഡ് ഫുള്ളും ഇതേപോലെ കവർ ചെയ്ത്, പക്ഷേ ഈ ഒരു സൈഡ് ഫുള്ളും ഗ്യാപ്പുണ്ട്. അപ്പോൾ നമ്മൾ വലിച്ചെറിയുമ്പോഴത്തേക്ക് ഇവിടെ നിളയപ്പോൾ, പക്ഷെ അകത്തുള്ള അളവൊക്കെ പക്കയാണ്. നമ്മൾ വിചാരിച്ചൊരു ഔട്ട് ഇതല്ലെങ്കിലും നമുക്ക് കിട്ടിയത് പക്ഷേ ഇതാണ്. അപ്പം എന്തായാലും ഇനി വെള്ളം നിറച്ച് നോക്കിയാൽ ബാക്കി അവസ്ഥ എന്തിനാണെന്നറിയാം. ഗൈസ്, കാണാൻ ഒരു എണ്ണം വന്നില്ലെങ്കിലും കുറച്ചെങ്കിലും വെള്ളം നിറഞ്ഞു. ഇനി ഇത് ലീക്ക് ആണുണ്ടോ നോക്കണം. നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഇതിൽ വെള്ളം നിറയ്ക്കണത്. ബക്കറ്റിലെടുത്ത് ഡയറക്റ്റ് ഒഴിച്ചാൽ ചിലപ്പോൾ ബൂട്ടോടെ പൊട്ടിപ്പോവും. റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ ഇതിൽ സമാധാനത്തിൽ ഒഴിച്ച് നോക്കാം. ഇതെല്ലാം നിറഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. നമുക്ക് വെള്ളം നിറച്ച് വന്നപ്പോഴത്തേക്കാണ് പണി കിട്ടിയത്. വെള്ളം നിറച്ച് നമ്മളിത് ഇതുവരെ എത്തി. അപ്പം വണ്ടിയുടെ സ്റ്റാൻഡ് ചരിഞ്ഞിരിക്കണതുകൊണ്ട് വണ്ടി മൊത്തത്തോടെ ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സൈഡിൽ സ്ലോപ്പ് പോലെയായി. അപ്പോൾ നമുക്കൊരു ചെറിയ കല്ല് എന്തെങ്കിലും വെച്ച് വണ്ടിയെ നേരെയാക്കാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം പണിയാവും. അപ്പം ഒരു കല്ല് വെച്ച് കൊടുക്കാം. കല്ല് വെച്ച ശേഷം വണ്ടി സ്ട്രൈറ്റ്. ഇനി കുറച്ചും കൂടി വെള്ളം നിറയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ ലീക്കില്ല. അപ്പോൾ ബാക്കി വെള്ളം കൂടി പെട്ടെന്ന് നിറച്ച് തീർക്കാം നമുക്ക്. ഏകദേശം വെള്ളം നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇപ്പോഴേ മീനിനെ തുറന്നു വിടാതെ ഈ വെള്ളവുമായിട്ട് അതൊന്ന് പരിചയപ്പെടാൻ വേണ്ടി കുറച്ച് നേരം നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഇതുവരെ ലീക്ക് ഉണ്ടോ എന്ന് നോക്കിയില്ല, നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ് ചെയ്തത്. അപ്പം ഇനി ലീക്ക് ഉണ്ടോ എന്നും കൂടി നോക്കാം. മീനെ തുറന്നു വിടാം. നമുക്ക് പിന്നെ ഈ ഒരു ടാങ്കിന് കുറച്ച് ഒരു ലുക്ക് വരുത്താം. ഓക്കെ. മീനൊക്കെ പുതിയ ടാങ്ക് ആയതുകൊണ്ട് പേടിച്ചിരിക്കുകയാണ്. പക്ഷേ മീൻ ഇട്ടിട്ടും അക്യൂറത്തിന് എന്തോ ഒരു ഇൻകംപ്ലീറ്റ് പോലെ. അപ്പം കുറച്ച് എന്തെങ്കിലും വെച്ച് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് കളറാക്കാം. അതും കൂടി ചെയ്താൽ നമ്മുടെ അക്വേറിയം ഫിനിഷായി. അപ്പം അതും കൂടി ചെയ്യാം. ഓക്കെ. അപ്പം നമുക്കുള്ള സംഭവങ്ങൾ വെച്ച് നമ്മുടെ അക്വേറിയം നമ്മളൊന്ന് മിനിമലായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനൽ ഔട്ട് നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ നോക്കി നോക്ക്. അപ്പോൾ ഈ ഒരു 34 ലിറ്റർ ബൂട്ട് സ്പേസും സർവീസിന് വണ്ടി എടുക്കാത്ത ഓലൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ടാങ്ക്സ്. അപ്പോൾ നന്ദി.